ഹായ് എവരിവൺ, നിങ്ങൾ തൊട്ട് മുൻപത്തെ തെലുഗു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കാണാത്തവർക്ക് വേണ്ടി അതെന്താണെന്ന് ചുരുക്കി പറയാം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തു വെച്ച ഒരു 6 വീഡിയോകളിൽ ഞാൻ തെലുങ്കിലെ ക്രിയകളാണ് പറഞ്ഞു തന്നത്, തെലുങ്കിലെ വേർബ്സ് ഇൻ തെലുഗു. അപ്പം അതിനകത്ത് വായോ, പോകൂ, ഭക്ഷണം കഴിക്കൂ, വായിക്കൂ, പഠിക്കൂ എന്നൊക്കെ എങ്ങനെ കുട്ടികളോടോ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ മുതിർന്നവരോട് ബഹുമാനത്തോടെ പറയാം എന്നുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അപ്പം ഏകദേശം 10 വാക്കുകൾ വീതമാണ് ഓരോ വീഡിയോയിലും പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു 6 വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. ആ 6 വീഡിയോയിലും പറഞ്ഞ എല്ലാ വാക്കുകളും കൂടി ഒറ്റ വീഡിയോ ആക്കി ഞാൻ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾ ആ 6 വീഡിയോ കാണുന്നവരും ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. അപ്പം ആ 6 വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം അതിന് ഏറ്റവും ആവശ്യം ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയൊക്കെയാണ് തെലുങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തെലുങ്കിലെ അല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ. ഇനി എന്തെങ്കിലും വെർബുകൾ വേണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിനെന്താണ് പറയുന്നത് എന്നൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതൊക്കെ വേറൊരു കമ്പൈൽ ചെയ്ത് വേറൊരു വീഡിയോ ആക്കി ഇടാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ തെലുഗു ക്രിയകളുടെ തൽക്കാലത്തേക്കുള്ള അവസാനത്തെ ക്ലാസ്. 62 ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ക്രിയകൾ അത്രയ്ക്കും അർജന്റ് ആണ്, നമുക്ക് പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് അടുത്തൊരു ക്ലാസ്സിൽ ഉടനെ അല്ല പിന്നീട് ഞാനത് പറഞ്ഞു തരാം. അപ്പം അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്രാമർ, നമ്മുടെ വ്യാകരണത്തിലോട്ട് കടന്നായിരുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം നമ്മളവിടെ തുടങ്ങിയത് വർത്തമാനകാലം വെച്ചാണെന്ന് തോന്നുന്നു, പിന്നെ ഭാവി കാലം. ഭൂതകാലത്തിൽ എങ്ങനെയാണ് ഈ സെന്റൻസ് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു അതിന് മുൻപ് നമുക്കവിടെ ബ്രേക്ക് ഇടാം. ഈ ക്രിയകൾ കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഇനിയും കുറേ ഉണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ, ഇനി എന്തൊക്കെ ക്രിയകൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ, വിമാനം ഓടിക്കുക എന്നതിന് എങ്ങനെ തെലുങ്കിൽ പറയും എന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ വിമാനം ഓടിക്കാൻ പോകുന്നില്ല. ഓക്കെ, വിമാനം ഓടിക്കുക എന്ന് പറയുന്നത് ഈ ഓടിക്കുക എന്ന് പറഞ്ഞ വാക്ക് വെച്ച് പറയാം. അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുക, ഈ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞ ക്രിയ ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പം പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പം സഹായിക്കുക, അല്ലെങ്കിൽ വൃത്തിയാക്കുക, മോഷ്ടിക്കുക. നമ്മൾ മോഷ്ടിക്കാൻ പോവല്ല, പക്ഷെ എന്നാലും നമുക്ക് ആ വാക്കിന്റെ ആവശ്യം വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഞാൻ എഴുതിയെടുത്ത് ആലോചിച്ചെടുത്ത് ആദ്യം, കാരണം എന്തൊക്കെ വാക്കുകൾ ആവശ്യം വേണമെന്ന് നമ്മളൊന്ന് ആലോചിക്കണമല്ലോ, ആവശ്യം വരാം. അപ്പം അതിൻ്റെ തെലുഗു വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിനുശേഷം ഇപ്പം ഞാനിതൊരു 3-4 വീഡിയോ ആയിട്ട് ചെയ്യും, കുറച്ചും കൂടി തെലുഗു ക്രിയകൾ. അതിനുശേഷമായിരിക്കും നമ്മൾ ഭൂതകാലം തുടങ്ങാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഭൂതകാലം ചെയ്ത് പിന്നീട് വീണ്ടും കുറച്ചും കൂടി ക്രിയകൾ പറഞ്ഞു തന്ന് വീണ്ടും എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന, ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന 10 ക്രിയകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് മോഷ്ടിക്കുക എന്ന് പറഞ്ഞ ക്രിയയാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതാദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ തെലുഗു വീഡിയോകൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം, അതുകൊണ്ട് പറയുകയാണ്. അല്ലാത്തവർക്ക് കുറച്ചൊന്ന് ഫോർവേഡ് ചെയ്യാം. തെലുഗു, കന്നഡ, തമിഴ്, ഹിന്ദി, ബംഗാളി അങ്ങനെ ഒട്ടുമിക്ക ഭാഷകളിലും ബഹുമാനത്തോടെ പറയാനും ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങൾ പറയാനും 2 വാക്കുകൾ വീതമുണ്ട്, 2 ക്രിയകൾ വീതമുണ്ട്. ഓക്കെ, മലയാളത്തിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പം വായോ എന്ന് നമ്മൾ പറയുന്ന നേരത്ത് ബഹുമാനത്തോടെ പറയാനും വായോ എന്ന് പറയാം, ബഹുമാനമില്ലാതെയും വായോ എന്ന് പറയാം. ബഹുമാനത്തോടെ വന്നാലും ഇരുന്നാലും തിന്നാലും എന്നൊക്കെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയല്ലോ. ഓക്കെ, അപ്പം ഈ ഭാഷകളിലെല്ലാം, തെലുങ്കിലുൾപ്പെടെ എല്ലാ ഭാഷകളിലും അങ്ങനെ മുതിർന്നവരോടോ ബഹുമാനം കൊടുത്ത് സംസാരിക്കേണ്ടവരോടോ പറയേണ്ട വാക്കുകളുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ 2 ക്രിയകൾ ഇതാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം മോഷ്ടിക്കുക എന്ന് പറഞ്ഞ വാക്ക്, മോഷ്ടിക്കുക എന്ന് പറയുന്നതിന് തെലുങ്കിൽ പറയുന്നത് ദൊങ്കലിഞ്ചു എന്നാണ്. ദൊങ്കലിഞ്ചു. ഇതിന് ബഹുമാനത്തോടെ മോഷ്ടിച്ചാലും എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ പറയേണ്ട ഒരു ആവശ്യം വന്നാൽ, അങ്ങനെ ആവശ്യം വരാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ വാക്കിൻ്റെ ഘടന ഇങ്ങനെയാണ്. ഓക്കെ, ദൊങ്കലിഞ്ചണ്ടി. ഓക്കെ, അടുത്തത്
വൃത്തിയാക്കുക. അപ്പം വൃത്തി എന്ന് പറഞ്ഞ വാക്കിന് വൃത്തി എന്നതിന് ശുഭ്രം എന്നാണ് പറയുന്നത്. അപ്പം വൃത്തിയാക്കുക എന്ന് പറയുന്നത് ശുഭ്രം ചെയ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെയ് എന്ന് പറഞ്ഞ വാക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ചെയ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ബഹുമാനത്തോടെ ചെയ്യൂ എന്ന് പറയുന്നത് ചെയ്യണ്ടി. അപ്പം ശുഭ്രം ചെയ്, ശുഭ്രം ചെയ്യണ്ടി. ചെയ്യുന്നതിന് നമുക്ക് ചേസ്കോ എന്ന് കൂടി പറയാം. ചേസ്കോ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരുവിധം എല്ലാ ക്രിയകളിലൊപ്പവും കോ സ്കോ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ വാക്ക് തന്നെ കിട്ടും. ഓക്കെ, കുറച്ചും കൂടി കൊളോക്കിയലായ, കുറച്ചും കൂടി ലോക്കലായ ഒരു വാക്ക് കിട്ടും. അപ്പം ശുഭ്രം ചേസ്കോ, ശുഭ്രം ചേസ്കൊണ്ടി എന്ന് വെച്ചാൽ വൃത്തിയാക്കിയാലും. അടുത്തത് ധരിക്കുക. ധരിക്കുക എന്ന് പറയുന്ന നേരത്ത് വസ്ത്രം ധരിക്കുക. ഓക്കെ, വസ്ത്രം എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ ഇല്ല. ധരിക്കുക എന്ന് മാത്രം പറയുന്നത് ധരിഞ്ചു എന്നാണ്. അപ്പം ധരിച്ചാലും വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാലും എന്ന് പറയുന്നത് ധരിഞ്ചണ്ടി എന്നാണ്. തുണി ഇട്ടുകൊണ്ട് വരാൻ പറയുന്നത് ബട്ടലു എന്നാണ്. ബട്ടലു എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികൾ. തുണി എന്ന് പറയുന്നത് ഇത് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ബട്ടലു ധരിഞ്ചു. ബട്ടലു എന്ന് എപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് ഇത് ഒബിയസ് ആണ്. ധരിഞ്ചു എന്ന് പറയുന്ന നേരത്ത് നമ്മൾ തുണിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ധരിഞ്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രം ധരിക്കൂ അല്ലെങ്കിൽ ധരിക്കൂ. ബഹുമാനത്തോടെ പറയുന്നത് ധരിഞ്ചണ്ടി. ഓക്കെ, അടുത്തത് ആലോചിക്കുക. ഓക്കെ, അപ്പം ആലോചിക്കുക എന്ന് പറഞ്ഞ വാക്ക് ആലോചിച്ചു എന്നാണ്. ആലോചിഞ്ചണ്ടി എന്നാണ് ആലോചിച്ചാലും ചിന്തിച്ചാലും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മലയാളം വാക്കുകളോട് നല്ല സാമ്യമുണ്ട്. അതിന് കാരണം ഈ സംസ്കൃതത്തിൻ്റെ ഒരു കോമൺ ഒറിജിനാണ്. ഓക്കെ, ഏതാണ് ആദ്യം വന്ന ഭാഷ? സംസ്കൃതമാണോ, പ്രാകൃത ഭാഷയാണോ, തമിഴാണോ എന്നൊന്നും ഉള്ളൊരു ഡിബേറ്റ് എടുത്തിടുന്നില്ല. പക്ഷെ ഒരു കോമൺ ഒറിജിനൽ ആൻസെസ്റ്റർ ഉള്ളത് കൊണ്ടാണ് നമുക്കിതെല്ലാം ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ആലോചിച്ചു, ആലോചിഞ്ചണ്ടി. അടുത്തത് വാദിക്കുക. ഈ വാദിക്കുക എന്ന് പറയുന്ന നേരത്ത് കോടതിയിൽ കേസ് വാദിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിബേറ്റ് ചെയ്യുന്ന നേരത്ത്, തർക്കിക്കുന്ന നേരത്ത്. തർക്കിക്കുക എന്ന് പറഞ്ഞാണ് കുറച്ചും കൂടി എളുപ്പം. പക്ഷേ ഈ വാക്ക് വാദിക്കുക എന്ന് പറഞ്ഞ മലയാളം വാക്കുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വാദിക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കുക എന്നോ, അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യുക എന്നോ, അല്ലെങ്കിൽ വാദിക്കുക എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ആ വാക്ക് വാദിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ തെലുഗു വാക്കാണ് വാദിഞ്ചു. ഇനി ബഹുമാനത്തോടെ പറയുന്നത് വാദിഞ്ചണ്ടി. വാദിഞ്ചണ്ടി എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമോ ഇല്ലയോ എന്നത് വേറെ വിഷയം. ഓക്കെ, അടുത്തത് രക്ഷിക്കുക. രക്ഷകൻ വിജയ് IPS. ഓക്കെ, അപ്പം രക്ഷിക്കുക എന്ന് പറയുന്ന വാക്ക് രക്ഷിഞ്ചു എന്നാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തെലുഗു സിനിമ തെലുഗു ഭാഷയിൽ തന്നെ കേൾക്കുകയാണെങ്കിൽ ഈ വാക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം രക്ഷിച്ചാലും എന്ന് ബഹുമാനത്തോടെ പറയുന്നത് രക്ഷിഞ്ചണ്ടി എന്നാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഈ മോഷ്ടിക്കുകയും വൃത്തിയാക്കുകയും കൂടാതെ ബാക്കി പറഞ്ഞ 3 വാക്കുകളും മലയാളവും 4 വാക്കുകളും മലയാളവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണല്ലോ. ധരിഞ്ചു, ആലോചിച്ചു, വാദിഞ്ചു, രക്ഷിഞ്ചു. ഓക്കെ, അടുത്തത് കൊല്ലുക. ഓക്കെ, കൊല്ലുക എന്ന് പറയുന്ന വാക്ക് ചമ്പു എന്നാണ്. ബഹുമാനത്തോടെ ആരെങ്കിലും നമ്മൾ ആരോടെങ്കിലും കൊല്ലാൻ പറയുകയാണെങ്കിൽ ചമ്പണ്ടി എന്ന് വേണേൽ പറയാം. നമ്മളെ കൊല്ലാൻ ആരോടും ബഹുമാനത്തോടെ പറയാറില്ല. പക്ഷെ മറ്റുള്ള ആരെയെങ്കിലുമോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെയോ കൊല്ലാൻ വേണ്ടി ബഹുമാനത്തോടെ പറയാമല്ലോ. ഓക്കെ, മഗധീര എന്ന് പറഞ്ഞ തെലുഗു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ ഫേമസ് ആയ ഒരു ഡയലോഗ് ഉണ്ട്. ഒക്ക మందిని కాదురా 100 మందిని ఒకేసారి పంపే నేను చంపేస్తా എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യം വാക്കുകൾ ഇങ്ങനെ തന്നെയാണോ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഗ്രാമർ കറക്റ്റാണ് ഞാൻ പറഞ്ഞാലേ. ഒരാളെയല്ല, ഓരോരുത്തരെയല്ല, 100 പേരെ ഒരുമിച്ചയക്കി ഞാൻ എല്ലാവരെയും കൊല്ലും. അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്യാം. ఒక్కొక్కడిని కాదు షేర్ ఖాన్ 100 మందిని ఒకేసారి రమ్మను. അപ്പോൾ അടുത്തത് ചമ്പു. അതിനുശേഷം അഭിനയിക്കുക. അഭിനയിക്കുക എന്നതിന് മലയാളത്തിൽ തന്നെ വേറൊരു വാക്കുകൂടി ഉണ്ടല്ലോ, നടിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം ഈ അടുത്ത് ഞാനൊരു സിനിമ കണ്ടു, കുറച്ച് പഴയതാണ്. നമ്മുടെ ഈ JC ഡാനിയൽ, നമ്മുടെ ഏറ്റവും ആദ്യത്തെ മലയാളം സിനിമയാണല്ലോ വിഗതകുമാരൻ.
അതിൻ്റെ പേര് സെല്ലുലോയിഡ്. സെല്ലുലോയിഡിൻ്റെ അകത്ത് അവർ അഭിനയിക്കുക എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല, നടിക്കുക എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അഭിനയിക്കുക എന്ന് പറയുന്നത് നടിഞ്ചു എന്നാണ്. ഓക്കെ, ബഹുമാനത്തോടെ പറയുന്നത് നടിഞ്ചണ്ടി. ഓക്കെ, അടുത്തത് വലിക്കുക. വലിക്കുക എന്നതിന് ഉള്ള വാക്ക് ലാഗു എന്നാണ്. ഇത് ഇംഗ്ലീഷിൽ നിന്ന് തെലുങ്കിലേക്ക് വന്നതാണോ അത് തെലുങ്കിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വലിച്ചു നീട്ടുന്നതിനെ, അതായത് സിനിമയോ സീരിയലോ, അതായത് എന്തെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ എന്തെങ്കിലും വലിച്ചു നീട്ടുകയാണ് നമ്മൾ ലാഗ് ഉണ്ട്, ലാഗ് അടിപ്പിക്കുക, ലാഗ് അടിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ ഇംഗ്ലീഷുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാകാം. അപ്പം ലാഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കുക, ലാഗണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനത്തോടെ വലിച്ചാലും. ഓക്കെ, 9 കഴിഞ്ഞു. ഇനി അവസാനം ഞാൻ പറയാൻ പോകുന്ന ആ ഒരു ക്രിയ എന്ന് പറയുന്നത് ഇതൊരു ട്രാൻസിറ്റീവ് വെർബല്ല, ഇൻട്രാൻസിറ്റീവ് വെർബാണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. അതായത് നേരിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇപ്പം ഈ വാക്ക് ഇങ്ങനെയാണ്, കിട്ടുക. ഞാൻ എഴുതിച്ചിട്ട് കിട്ടുക എന്നാണ്. ഇപ്പം കിട്ടുക എന്ന് പറയുന്നത് ഒരു വെർബാണ്, ഒരു ക്രിയയാണ്. ഓക്കെ, ഇപ്പോൾ കിട്ടുക എന്ന് പറയുന്നൊരു നൗണല്ല, പ്രൊനൗണല്ല, അഡ്ജക്റ്റീവ് അല്ല, വേറെ ഒന്നുമല്ല. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇത് വെർബാണ്, ക്രിയയാണ്. ടു ഗെറ്റ്. ഓക്കെ, ഇവിടെ കിട്ടുക എന്നത് ഒരു ആക്റ്റീവ് വെർബല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, എനിക്ക് കിട്ടി എന്ന് പാസ്റ്റ് ടെൻസിൽ പറയാം, എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വർത്തമാനകാലത്തിൽ പറയാം, എനിക്ക് കിട്ടുമെന്ന് ഭാവി കാലത്തിലും പറയാം. ഓക്കെ, പക്ഷേ നീ പോയി കിട്ടടാ എന്ന് പറയില്ലല്ലോ, അല്ലെങ്കിൽ കിട്ടിയാലും എന്ന് ബഹുമാനത്തോടെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ മറ്റുള്ള ക്രിയകളുടെ ഒപ്പം, ഇപ്പം ബാക്കി എല്ലാ ക്രിയകളും കഴിഞ്ഞു, ഏറ്റവും ആവശ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെ പറയുമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഓക്കെ, അപ്പം ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് കിട്ടുന്നത് എന്ന് പറഞ്ഞ വാക്കാണ്. എങ്ങനെ തെലുങ്കിൽ കിട്ടുന്നത് എന്ന് പറയും. അപ്പം അതിനുശേഷം നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന നേരത്ത് കിട്ടുന്നത് എന്താണോ, അതായത് ഇപ്പം ഒരു ഉദാഹരണത്തിന് കിട്ടുന്നത് നല്ലതാണ്, കിട്ടിയാൽ നല്ലതായിരിക്കും നമ്മൾ പറയുമല്ലോ. ഇപ്പം ഒരു ഉദാഹരണത്തിന് LG ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ IPO എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. അത് കുറച്ച് ടഫായ വാക്കായി, കാരണം അതൊരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയ ഒരു എക്സാമ്പിളാണ്. നാളെ എനിക്ക് ലോട്ടറി കിട്ടിയാൽ, ലോട്ടറി അടിച്ചാൽ എന്നും പറയാം, പക്ഷെ ലോട്ടറി കിട്ടിയാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആ കിട്ടിയാൽ എന്ന് പറഞ്ഞ വാക്ക് അതാണ് ഇവിടെ കിട്ടുന്നത് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വരുന്നത്, പോകുന്നത്. ഓക്കെ, വരുന്നത് എന്ന് പറയുന്നത് രാവടം എന്നാണ്, പോകുന്നത് എന്ന് പറയുന്നത് പോവടം ആണ്. അപ്പം അതേപോലെ ഇവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞ വാക്ക് പൊന്തടം എന്നാണ്. ഓക്കെ, ഇനി അത് വെച്ച് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം ഇത്രയും അറിഞ്ഞിരിക്കുക, പൊന്തടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, ആ വാക്കിൻ്റെ ഒപ്പം ഡം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ടു ഗെറ്റ്, ടു കം, ടു ഡു എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും പറയുന്നുള്ളൂ. കൂടുതൽ ക്രിയകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ, ബൈ.